ഇങ്ങനെ മസിൽ മാസ് കേട്ടോ. അത് പുരുഷന്മാർക്ക് 50-ലധികം ആവണം, 50 അതിലധികം ആവണം പുരുഷന്മാർക്ക് കേട്ടാ. മസിൽ മാസ് എഴുതിക്കോ. സ്ത്രീകൾക്ക് 45 അതിലധികമോ വേണം. സ്ത്രീകൾക്ക് 45 അതിലധികമോ വേണം. അതിൽ കുറയാൻ പാടില്ല. പുരുഷന്മാർക്ക് 50 അതിലധികമോ, സ്ത്രീകൾക്ക് 45 അതിലധികമോ. അപ്പൊ അതില് കുറയാൻ പാടില്ല കേട്ടാ. ഇതില് അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേശികള് കേട്ടാ. ഇതില് അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേശികള്, ഹൃദയപേശികള്, ആന്തരിക അവയവങ്ങളിലെ പേശികൾ എന്നിവ ഉൾപ്പെടുന്നു കേട്ടാ. ശരീരത്തിലുള്ള പേശികളുടെ ആകെ ഭാരത്തെയാണ് മസിൽ മാസ് എന്ന് വിളിക്കുന്നത്. അത് പുരുഷന്മാർക്ക് 50 അതിലധികമോ വേണം, സ്ത്രീകൾക്ക് 45 അതിലധികമോ വേണം. ഇതിൽ അസ്ഥികളുമായി, ഇനി ഇത് എവിടേക്കാണ് ഈ പേശികളൊക്കെ ഇരിക്കുന്നത്? ഇതിൽ അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേശികൾ, ഹൃദയപേശികൾ, ആന്തരിക അവയവങ്ങളിലെ പേശികൾ എന്നിവ ഉൾപ്പെടുന്നു. അത്ര എഴുതിയില്ലേ എല്ലാരും? എഴുതിയില്ലേ? ശരീരത്തിന്റെ ചലനങ്ങളെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നത് മസിൽ മാസാണ്. ശരീരത്തിന്റെ ചലനങ്ങളെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നത് മസിൽ മാസാണ്. ഇതാ, നല്ലതുപോലെ വ്യായാമം ചെയ്യണം, പ്രോട്ടീൻ അടങ്ങിയ ധാരാളം ഭക്ഷണം കഴിക്കണം. നല്ല മസിൽ മാസ് വരാനായിട്ട് നല്ലതുപോലെ വ്യായാമം ചെയ്യണം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ മസിൽ മാസിനെ കുറിച്ച് പറയാൻ കേട്ടോ. അടുത്തത് ബോഡി വാട്ടർ കേട്ടോ. ബോഡി വാട്ടർ എന്താന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ജലത്തിന്റെ അളവിനെയാണ് ബോഡി വാട്ടർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ജലത്തിന്റെ അളവിനെയാണ് ബോഡി വാട്ടർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആകെ ജലത്തിന്റെ അളവിനെയാണ് ബോഡി വാട്ടർ എന്ന് പറയുന്നത്. 50% തൊട്ട് 75% വരെ ഒരു ശരീരത്തില് ജലം വേണം. ഒരു മനുഷ്യ ശരീരത്തില് 50% തൊട്ട് 70% വരെ ജലം വേണം. ജലം ശരീരത്തിൽ എന്തൊക്കെ ചെയ്യും? ജലം ശരീരത്തിൽ എന്തൊക്കെ ചെയ്യും? ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നു. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നു. കോശങ്ങളിലേക്ക്, ശ്രദ്ധിക്കണം, ഈ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം ഞാനിപ്പോ പറയുന്നത്. കോശങ്ങളിലേക്ക് പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുന്നു. കോശങ്ങളിലേക്ക് പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുന്നു. ന്യൂട്രീഷൻ ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ ഫലങ്ങളും കിട്ടൂല. ന്യൂട്രീഷൻ ഫുഡ് നല്ലതുപോലെ ജലത്തിൽ ലയിപ്പിച്ചിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിക്കുന്നത് ജലമാണ്. അതെഴുതണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നു. കോശങ്ങളിലേക്ക് പോഷകങ്ങളും ഓക്സിജനും ജലം എത്തിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തില് 50% തൊട്ട് 70% വരെ ജലം വേണം. ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു. ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു.
ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ജലം എന്തൊക്കെ കാര്യം ചെയ്യേണ്ടത്? വെള്ളം കുടിക്കുന്ന കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ മാധവരാതെ വീട്ടിലുള്ളവരും പറയും, എല്ലാവരും പറയും, കുടിക്കോ? അവിടെ യൂറിൻ ഷെഡില്ല, ഞാൻ അതുകൊണ്ട് വെള്ളം കുടിക്കില്ല, ഇവിടെ കുറച്ച് വെള്ളമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പൊ എന്ത് പറ്റും? ശരീരത്തിൽ പല പല അസുഖങ്ങൾ വരും. 50% തൊട്ട് 70% വരെ വെള്ളം ശരീരത്തിൽ കുടിച്ചു കഴിഞ്ഞാലോ ശരീരത്തിലെ പകുതിയോളം അസുഖങ്ങൾ മാറും. അതാണ് വെള്ളത്തെ കുറിച്ച് പറയുന്നത്. 2 കാര്യം പഠിച്ചില്ലേ? മസിൽ മാസ് പഠിച്ചു, ബോഡി വാട്ടർ പഠിച്ചു. ഇനി അടുത്തത് ബോൺ മാസ്. ബോൺ മാസ് എന്താന്ന് നോക്കാം. 10ാമത്തെ പോയിന്റാണ് ബോൺ മാസ് കേട്ടാ. ശരീരത്തിലെ അസ്ഥി ടിഷ്യൂകളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ അളവിനെയാണ് ബോൺ മാസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ അസ്ഥി ടിഷ്യൂകളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ അളവിനെയാണ് ബോൺ മാസ് എന്ന് പറയുന്നത്. ശരിയോ? എഴുതിയോ? യെസ്. സാറ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അടുത്ത് പറയുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവരും എഴുതി എന്നുള്ളതാണ് കേട്ടാ. ആരെങ്കിലും നാളെ ഒരിക്കൽ നിങ്ങളോട് ബോൺ മാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് സാറേ ബോൺ മാസ് എന്ന് പറഞ്ഞെടുത്ത് സുരേഷ് സാർ എന്താന്നുള്ളത് എന്ന് വിളിക്കാൻ നിൽക്കരുത്. അശോകൻ സാറിനെ എന്നും വിളിക്കാൻ നിൽക്കരുത്. അപ്പൊ ധൈര്യമായിട്ട് ചാടി കയറി ഏത് ഉറക്കത്തിലും വിളിച്ചു പറഞ്ഞോളാം. ശരീരത്തിലെ അസ്ഥി ടിഷ്യൂകളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ അളവിനെയാണ് ബോൺ മാസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടി 3 കിലോ വേണം ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ തൂക്കം കേട്ടാ. അതിൽ കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുറയരുത് കേട്ടാ, കുറയരുത്. ഏറ്റവും നോർമൽ സ്റ്റേജിൽ ഒരു 3 കിലോ എങ്കിലും എല്ലുകളുടെ തൂക്കം വേണം. അത് നമുക്ക് ഈ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ മെഷീനിൽ നമുക്ക് റിസൾട്ട് വരും എന്തോരം എല്ലുകളുടെ തൂക്കം ഉണ്ടെന്നുള്ളത് കേട്ടാ. ഓക്കെ, അതിന്റെ പ്രാധാന്യം. ഉയർന്ന ബോൺ മാസ് ഉള്ളവരിൽ അസ്ഥികൾക്ക് ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഉയർന്ന ബോൺ മാസ് ഉള്ളവരിൽ അസ്ഥികൾക്ക് ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഉയർന്ന ബോൺ മാസ് ഉള്ളവരിൽ അസ്ഥികൾക്ക് ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ബോൺ മാസ് കുറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം വരാം. ബോൺ മാസ് കുറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം വരാം. എന്തെന്നാണ് ഈ രോഗം? ആ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ എന്തെന്ന രോഗമാണ്? അറിയാമോ ആർക്കെങ്കിലും? പറയാമോ? എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ടാ പറഞ്ഞോളൂ. എന്താണ് ആ രോഗം? ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ രോഗം നമ്മള് എല്ലിന്റെ ക്ഷീണമാണ് സാർ. അപ്പൊ അത് കുറയാൻ പാടില്ല കേട്ടാ. ബോൺ മാസ് കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടും. അപ്പൊ ഇനി ബോൺ മാസ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം? വ്യായാമം ചെയ്യണം. കാൽസ്യം, വിറ്റാമിൻ ഡി എന്നീ ആഹാരങ്ങൾ കഴിക്കുക. കാൽസ്യം അടങ്ങിയതും വിറ്റാമിൻ ഡിയും അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക.
വ്യായാമം നല്ലോണം ചെയ്യണം. കാൽസ്യം അടങ്ങിയതും വിറ്റാമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം. ഓക്കെ, അതാണ് ബോൺ മാസ്. ഈ ബോൺ മാസിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എഴുതിയിരിക്കാൻ വിട്ടുപോയിട്ടുണ്ടാരെങ്കിലും എന്തെങ്കിലും? പ്രോട്ടീനെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമായ പോഷകമാണ് പ്രോട്ടീൻ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമായ പോഷകമാണ് പ്രോട്ടീൻ. എഴുതിയ 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ വേണം. 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പൊ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കുക. അതിൽ ഏകദേശം എന്തോരം പ്രോട്ടീൻ വരും നമ്മൾ നോക്കുക. നമ്മളുടെ തൂക്കം എത്ര ഉണ്ടെന്ന് നോക്കുക. ആ തൂക്കത്തിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഒരു ദിവസം നമുക്ക് കിട്ടണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ശരീരത്തിന്റെ വളർച്ച, ശരീരം വളർന്നില്ല, അവൻ ഭയങ്കര ക്ഷീണിച്ചായിരിക്കണേ, അവള് ഭയങ്കര ക്ഷീണിച്ചായിരിക്കണേ, എല്ല് പോലെ ഇരിക്കണേ, എന്തോരം ഇതൊക്കെ കഴിച്ചിട്ടും ശരീരം നന്നാവണില്ല. എന്ത് ചെയ്യാനാ? ഇനി എന്ത് മേടിച്ചു കൊടുക്കാനാ? ഏത് ഡോക്ടറെ കാണിക്കാനാ? സകല ഡോക്ടറെയും കാണിച്ചു, ഒരു രക്ഷയില്ല, അവളുടെ ശരീരത്തിന് വളർച്ചയില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോഡി സ്കാൻ ചെയ്തിട്ട് അവരുടെ ശരീരത്തിൽ ഈ പോരായ്മ മൊത്തം നമ്മുടെ ചാർട്ടിൽ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ ഫുഡുകൾ കൊടുക്കാൻ പറ്റും. അത് ഏതൊക്കെ ന്യൂട്രീഷൻ ഫുഡുകൾ ഈ 12 ഐറ്റത്തിന് കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ പ്രോട്ടീൻ പഠിച്ചല്ലോ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ നിർമ്മാണത്തിനും കേടുപാടുകൾ തീർക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമായ പോഷകമാണ് പ്രോട്ടീൻ. 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ വേണം. ഇനി സ്ത്രീകൾക്ക് വേറെയാണോ? എല്ലാവർക്കും 1 കിലോയ്ക്ക് 1 ഗ്രാം. എല്ലാവർക്കും 1 കിലോന് 1 ഗ്രാം അത്ര നോക്കിയാൽ മതി. എത്ര കിലോ ഉണ്ടെന്ന് നോക്കുക, അത്രയും ഗ്രാം പ്രോട്ടീൻ കേട്ടാ. BMR എന്താണ്? BMR എന്ന് നോക്കും. ജോർജ് സാർ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്നോട്ടാ. ബസൽ മെറ്റാബോളിസം റേഞ്ച് എന്താണ് അതിന്റെ അർത്ഥം? BASAL ബസൽ മെറ്റാബോളിസം റേഞ്ച്. എനിക്ക് ഇംഗ്ലീഷിന് വലിയ പിടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ വിവരണം ഞാൻ പറയാം. BMRന്റെ ഫുൾ ഫോം ആണിത്, ബസൽ മെറ്റാബോളിസം റേഞ്ച്. അപ്പൊ അതിന്റെ വിവരണം: ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിൽ ശ്വസനം, രക്തചംക്രമണം, കോശങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കായി ശരീരം ഉപയോഗിക്കുന്ന ഏറ്റവും കുറഞ്ഞ കലോറിയുടെ അളവാണ് ഇത് കേട്ടോ. ഒന്നുകൂടി പറയാം. ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിൽ ശ്വസനം, രക്തചംക്രമണം, കോശങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കായി ശരീരം
ഉപയോഗിക്കുന്ന ഏറ്റവും കുറഞ്ഞ കലോറിയുടെ അളവാണ് ഇത്. എഴുതിയോ? യെസ് സർ. സ്ത്രീകൾക്ക് 1200 മുതൽ 1500 വരെ കലോറി ആവാം. 1500 അതിന് മുകളിലൊക്കെ ആവാം. 1200 തുടങ്ങണം സ്ത്രീകൾക്ക് കേട്ടാ. അതിൽ കുറയരുത്. അതിൽ കുറഞ്ഞ സ്ത്രീകൾ എപ്പോഴും വളരെ ക്ഷീണിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. ഈ വല്ലാത്തൊരു എപ്പോഴും മൂഡൗട്ടായിട്ടിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ കേട്ടാ. കലോറി കുറവുള്ള സ്ത്രീകൾ 1200 കുറവുള്ളവര് കേട്ടാ. 1200 മുകളിലേക്ക് വരുന്നവരൊക്കെ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. ചില പറയില്ലേ, ആ പെണ്ണിന് എന്ത് തൻ്റെ ഇടമാണോ നോക്കി, എന്ത് വേഷം കെട്ടാണ് ആ പെണ്ണ് കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയില്ലേ. അത് ആ കലോറിയുടെ കഴിവാണ് കേട്ടാ. 1200 മുകളിൽ വരുന്ന കലോറി വേണം സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് 1500 മുതൽ 1800 വരെ കലോറി വേണം കേട്ടാ. 1500 കുറവ് വരുന്ന പുരുഷന്മാരൊക്കെ നിങ്ങൾക്ക് വേറെ പണിയില്ല, ഇവിടെ ആകെ മനുഷ്യൻ വയ്യാണ്ടിരിക്കുന്നു പോലെ ഇങ്ങനെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കാലത്തേ ഇരിക്കും. പണിക്കൊന്നും പോകാതെ, ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ കലോറി കൂട്ടാൻ അങ്ങനെയുള്ള കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കുറെ സ്മാളൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങോട്ട് കലോറി കൂട്ടി അത് അങ്ങോട്ട് തീരുമ്പോൾ അതിന്റെ ഇടപാട് ചെയ്യുന്നു. അപ്പൊ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് 1500 മുതൽ 1800 കലോറി ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ബോഡി സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ BMR എന്താണ്? ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിൽ ശ്വസനം, രക്തചംക്രമണം, കോശങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കായി ശരീരം ഉപയോഗിക്കുന്ന ഏറ്റവും കുറഞ്ഞ കലോറിയുടെ അളവാണ് ഇത്. ഇതെല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ, ഈ 12 ഐറ്റങ്ങൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായം ഇപ്പോൾ ഉള്ള പ്രായത്തിനേക്കാളും ഒരു 4 വയസ്സ് കുറവായിരിക്കും. അതാണ് മെറ്റാബോളിക് ഏജ് എന്നതിനകത്ത് പറയുന്നത് കേട്ടാ. മെറ്റാബോളിക് ഏജ്. നമ്മളുടെ ബോഡി സ്കാനിങ്ങിന്റെ വിവരണ ക്ലാസ് കഴിഞ്ഞു. ഈ ഇപ്പൊ പറഞ്ഞ 12 ഐറ്റത്തില് ഏതെങ്കിലും കാര്യം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സംശയങ്ങൾ ചോദിക്കാം. തുടങ്ങിയ ധാതുക്കളുടെ അളവിനെയാണ് ബോൺ മാസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ അസ്ഥി ടിഷ്യൂകളിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളുടെ അളവിനെയാണ് ബോൺ മാസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രാധാന്യം, ഉയർന്ന ബോൺ മാസ് ഉള്ളവരിൽ ശരിയാ, അസ്ഥികൾക്ക് ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ശരിയാ, ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ശരിയാ. ബോൺ മാസ് കുറഞ്ഞാൽ ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗം വരാം. ബോൺ മാസ് കുറഞ്ഞാൽ ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗം വരാം. ഓസ്റ്റിയോപെറോസിസ്
പെറോസിസാ എന്ന രോഗം വരാം. കൂട്ടുവാൻ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യണം. കാൽസ്യം, വിറ്റാമിൻ ഡി എന്നീ ആഹാരങ്ങൾ കഴിക്കുക. കാൽസ്യം കഴിക്കുക, വിറ്റാമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. ഓക്കെ. നമ്മുടെ ഒരു വ്യക്തിയുടെ ബോഡി എടുത്തിട്ട് അതിനെ ഹൈറ്റിനെ മീറ്ററിലാക്കിയിട്ട് ഡബിൾ ചെയ്തിട്ട് അതിന്റെ പെർസെന്റേജ് കാണുക. ഓക്കെ. വേറെ പിന്നെ എന്തൊക്കെയാണ് വേറെ അതിന്റെ വിവരങ്ങള്? എഴുതിയില്ല. റേഞ്ച് കിട്ടാഞ്ഞത് കാരണം ആദ്യം കേറാൻ പാടില്ല, കേറാൻ പറ്റില്ല. ശരി. വരും ദിവസങ്ങളിലെങ്കിൽ, അതായത് 20-ൽ താഴെയൊക്കെ വരികയാണെങ്കിൽ, 20-ൽ താഴെയോ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഗെയിനർ കേട്ടാ. അതിന്റെ ഒപ്പം തന്നെ ഗെയിനർ കൊടുക്കാം. ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ സ്ട്രോബെറി പ്രോട്ടീൻ പൗഡർ, ലേഡീസ് ആണെങ്കിൽ സ്ട്രോബെറി, ഏത് പ്രോട്ടീൻ പൗഡറും കഴിക്കാം. ലേഡീസിന് സ്ട്രോബെറി പ്രോട്ടീൻ പൗഡർ കൊടുത്താൽ അവർക്ക് കുറച്ചും കൂടി കളറൊക്കെ വയ്ക്കും, കുറച്ച് ഗ്ലാമറൊക്കെ കൂടും. അപ്പൊ സ്ട്രോബെറി പ്രോട്ടീൻ പൗഡർ, ഗെയിനർ, ന്യൂട്രിചാർജ് വുമൺ, omega-3, ഗാമ ഓറൈസിനോളും കൊടുക്കാം. ശരിയാ? BMI കുറവാണെങ്കിൽ കേട്ടോ. അപ്പൊ അവര് നല്ല ഇത് ഒരു കൊല്ലം അടുപ്പിച്ച് ഇത് ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിന് നല്ല ഒരു പുഷ്ടിമയും ഒരു ഗ്ലാമർ ഇതൊക്കെ ആയിട്ട് വരും. ഇത് സ്ഥിരമായിട്ട് കഴിച്ചു എന്ന് കരുതിയിട്ട് യാതൊരുവിധ ദോഷങ്ങളും വരില്ല. സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട. നോർമൽ സ്റ്റേജിലുള്ളവർക്കും ഇത് കഴിക്കാം. അല്ലാതെ ഇപ്പൊ BMI നോർമലായിട്ടുള്ളവർക്കും ഇത് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലിം ആൻഡ് ഫിറ്റ് കഴിക്കുന്നവർക്ക് ഇത് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. കഴിക്കുന്നതിന് കുഴപ്പമില്ല. അവർക്കും ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ പൗഡറും ഈ സ്ലിം ആൻഡ് ഫിറ്റിൽ തന്നെ പ്രോട്ടീൻ പൗഡറിന്റെ ഒരു ഇത് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. അവർക്ക് ഈ പറഞ്ഞ പോലെ വുമണും ഒമേഗയും എല്ലാം കഴിക്കാം. അത് തന്നെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കൊക്കോ പ്രോട്ടീൻ പൗഡർ, ന്യൂട്രിചാർജ് മാൻ, ഒമേഗ, ഗാമോറൈസിനുള്ള കഴിക്കാം. ഓക്കെ. കിട്ടിയോ? ഈ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് നമ്മൾ പറഞ്ഞു തരും. ഇനി ബോഡി ഫാറ്റ്, ശരീരത്തിന്റെ മൊത്തം ഭാരത്തിന്റെ കൊഴുപ്പ് എത്രത്തോളം അടങ്ങിയിരിക്കുന്നു എന്നതിന്റെ അളവിനെയാണ് ബോഡി ഫാറ്റ് എന്ന് വിളിക്കുന്നത്. പേശികൾ, അസ്ഥികൾ, വെള്ളം, അവയവങ്ങൾ എന്നിവ ഒഴികെയുള്ള ശരീരഭാഗങ്ങളിലെ കൊഴുപ്പിന്റെ അളവാണ്. ബോഡി ഫാറ്റിന്റെ പ്രാധാന്യം ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനും അവയവങ്ങൾക്ക് സംരക്ഷണം നൽകാനും ഊർജം സംഭരിച്ചു വയ്ക്കുവാനും ഒരു നിശ്ചിത കൊഴുപ്പ് അത്യാവശ്യമാണ്. ഇത് പരിധിയിൽ കൂടിയാൽ ഉയർന്ന പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ പല അസുഖങ്ങളും വരും. അപ്പൊ ബോഡി ഫാറ്റ് നോർമൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 20 ആണ്. അത് പുരുഷന്മാർക്ക്. ഇനി പുരുഷന്മാർക്കാണ് ഏറ്റവും കുറഞ്ഞത് 20. ഇത് കൂടിക്കഴിഞ്ഞാൽ 20-ൽ മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഈ പറഞ്ഞ പോലെ S&F കഴിക്കുന്നത് നല്ലതാണ്. ബോഡി ഫാറ്റ് അധികം കൂടിക്കഴിഞ്ഞാൽ
പുരുഷന്മാരായാലും സ്ത്രീകളായാലും SNF കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നോട്ട് ചെയ്തോ. SNF എഴുതിയില്ലേ? എഴുതി സാർ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഈ ബോഡി ടൈപ്പ് പറഞ്ഞിരുന്നു. ബോഡി ടൈപ്പ് ഇങ്ങനെ മെലിഞ്ഞ ശരീരപ്രകൃതി, അത്ലറ്റിക് ശരീരപ്രകൃതി, മൃദുവായതും വട്ടത്തിലുള്ള ശരീരപ്രകൃതി. അപ്പൊ അവരുടെയൊക്കെ ശരീരത്തില് ഈ അത്ലറ്റിക് ശരീരപ്രകൃതിയുള്ള ഒരു നോർമൽ സ്റ്റേജ് ഉള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഈ ബോഡി സ്കാനറിൽ ഇങ്ങനെ പച്ച കളറിൽ കാണിക്കും. മറ്റേ മൃദുവായതും നിലവിലുള്ള വട്ടത്തിലുള്ളമായ ശരീരപ്രകൃതി, മെലിഞ്ഞ ശരീരപ്രകൃതി ഇതൊക്കെ ചുമപ്പ് കാണിക്കും. അപ്പൊ മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവർക്ക് സ്ലിം ഫിറ്റ് റെക്കമെൻഡ് ചെയ്യരുത്. അതായത് നമ്മൾ BMI, ബോഡി ഫാറ്റ് ഇതൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ബോഡി ടൈപ്പിലെത്തുമ്പോൾ മെലിഞ്ഞ ശരീരപ്രകൃതിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് സ്ലിം ഫിറ്റ് ചെയ്യരുത്. അവർക്ക് ഗെയിനർ റെക്കമെൻഡ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൃദുവായതും വട്ടത്തിലുള്ള ശരീരപ്രകൃതിയുള്ളവർക്ക് കൊഴുപ്പ് ഇത്തിരി കൂടുതലുണ്ടാവും, അവർക്ക് SNF റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ. വിസറൽ ഫാറ്റ്. അല്ല സാർ, അതിന് സബ്കുട്ടേനിയസ് ഫാറ്റ് പറഞ്ഞാൽ അത് പറയാം. ഫാറ്റ് നോക്കണം. പിന്നെ ചർമ്മത്തിന് തൊട്ട് താഴെയുള്ള കൊഴുപ്പിന്റെ പാളിയാണ്. സ്കിന്നിൽ പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകാൻ സഹായിക്കുന്നു. ഇതിൽ ഏറ്റവും അളവുന്ന ശരീരത്തിന്റെ ആകൃതിയാണ്. അത് അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡർ, ഗാമോറേസിനോളോ, omega-3, ന്യൂട്രിചാർജിങ് മാൻ ഓർ വുമൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ആ സ്കിന്നിന്റെ ഫാറ്റൊക്കെ ഇതാവും. 1 സ്പൂൺ തവണ കഴിക്കണം. അപ്പൊ ടോട്ടൽ ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മൊത്തം ഈ 13 ഐറ്റങ്ങൾ നമ്മളെ റിസൾട്ട് നമ്മളെ ബോഡി സ്കാൻ ചെയ്ത് വരുമല്ലോ. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ടോട്ടലി നമ്മൾ ഈ ഫുഡ് ന്യൂട്രീഷൻ ഫുഡ് റെക്കമെൻഡ് ചെയ്യാവൂ. ഓരോ പ്രൊഡക്റ്റുകൾക്കായി, ഓരോ കാരണങ്ങൾക്കായിട്ടുള്ള ഫുഡ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്തോളണം. ഒരു കടലാസ് വേറെ അഡീഷണൽ എടുത്തിട്ട് നമ്മളിങ്ങനെ അവരുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് നമ്മൾ ഇതിന്ന കേസിന് SNF. അപ്പൊ നമ്മൾ വെറുതെ ഒരു കടലാസിൽ ഇങ്ങനെ SNFകൾക്കും കൂടി നമ്മൾ ഇനി ഫുഡ് സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യാൻ പോവാണ്. അതാണ് നോട്ട് ചെയ്തോളണം കേട്ടോ. അവരോട് പറയാം അവോയ്ഡ് ഷുഗർ, പഞ്ചസാര ഒഴിവാക്കണം. ബേക്കറി പ്രൊഡക്റ്റുകൾ, ബേക്കറിയിൽ മേടിച്ച് കഴിക്കൂലേ, ആ പ്രൊഡക്റ്റുകൾ ഒഴിവാക്കണം. നോൺ വെജ് ഒഴിവാക്കണം. സാൾട്ട് ഒഴിവാക്കണം. അലൂമിനിയ പാത്രത്തിൽ പാചകം ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കണം. അലൂമിനിയ പാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കണം. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഡോക്ടർ ആൻസാർ പറഞ്ഞ പോലെ 30 മിനിറ്റ് ഹിപ്പ് ബാത്ത് ചെയ്യണം. ഒരാളെ ഇവിടെ ചെയ്യണുള്ളൂ. നമ്മുടെ രഘു സാറ് ഒരു വലിയ ട്രേ മേടിച്ച് വെച്ചിട്ട് ദിവസം അതിനകത്ത് ഇരിക്കും 30 മിനിറ്റ് വെള്ളത്തിൽ. അതിരിക്കുന്നത് നല്ലതാണ്. അരഭാഗം വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. കുളങ്ങളിൽ പോയി കുളിക്കുന്നത് നല്ലതാ സാറേ. കുളങ്ങളിൽ പോയി കുളിക്കുന്നത് നല്ലതാണ്.
അതൊന്ന് സ്പീഡിൽ പറഞ്ഞേക്കെ. കുളങ്ങളിൽ പോയി കുളിക്കുന്നത് ഇങ്ങനെ ഒരു സാറേ, കുളങ്ങളിൽ പോയി കുളിക്കുന്നത് നല്ലതാണ്. അതിങ്ങനെ 10 പ്രാവശ്യം സ്പീഡിൽ പറയുമ്പോ അക്ഷരം തെറ്റിപ്പോവും. അതെ സാർ, സ്പീഡിൽ പറഞ്ഞ ചിലപ്പം ദ്വയാർത്ഥം മറ്റർത്ഥങ്ങളൊക്കെ വരും. പിന്നെ ശുദ്ധമായ വെള്ളം കുടിക്കണം. ശുദ്ധമായ വെള്ളം മാക്സിമം ശുദ്ധമായ വെള്ളം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി അത് ശുദ്ധമായ വെള്ളം കുടിക്കണം കേട്ടാ. ഓക്കെ സാർ. പിന്നെ പ്രാക്ടീസ് എ ലോങ് ബ്രീത്തിങ്. ഈ യോഗാസനത്തിലൊക്കെ പറയൂലേ, പ്രാണായാമ എക്സർസൈസ്, ലോങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെ കുറേ ശ്വാസം ഇങ്ങനെ വലിച്ചിങ്ങനെ കുറച്ച് വിടുക. അപ്പൊ ഈ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ കുറെ ദോഷകരമായ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത് ലോങ് ബ്രീത്തിങ്ങിൽ കേട്ടാ. പ്രാണായാമ എക്സർസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ 30 മിനിറ്റ് സൺബാത്ത്, അതായത് സൂര്യനെ നോക്കി വെയിലത്ത് രാവിലെ ഒരു കുറച്ചു നേരം നിൽക്കണം. അത് നിന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ധാരാളം കിട്ടും. അതായത് രാവിലെ 9 മണിക്കും പിന്നെ 4 മണിക്കുമുള്ള ആ വെയിൽ കൊള്ളാനായിട്ടുള്ള ശ്രമം നടത്തണം കേട്ടോ. വാക്ക് ഓൺ ബെയർ ഫുട്ട് ഓർ, അതായത് 10 മിനിറ്റ് നടക്കണം. 10 മിനിറ്റ് ചെരുപ്പില്ലാതെ നടക്കുന്നതാണ്. രാജൻ സാറ് 30 മിനിറ്റ് നഗ്നപാതമായിട്ട് നടക്കുന്നത്. 30 മിനിറ്റ് കിടന്നാൽ അത്രയും നല്ലത്. കാരണം ആർക്കും നേരമില്ലല്ലോ. ഇപ്പൊ തന്നെ എല്ലാവരും ബാഗ് എടുത്ത് തോളത്തിട്ടിട്ടാണ് നമ്മുടെ സൂമിൽ തന്നെ ഇരിക്കുന്നത്. ടേക്ക് 1 ടൈം ഫുഡ്, ഫ്രൂട്ട് അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ്. ഒരു നേരം പച്ചക്കറിയോ പഴങ്ങളോ കഴിക്കുക. ദിവസത്തിൽ ഒരു നേരം പച്ചക്കറിയോ പഴങ്ങളോ കഴിക്കുക. ഷുഗർ പേഷ്യന്റ് നിർബന്ധമായിട്ടും പച്ചക്കറി കഴിക്കണം. ഷുഗർ പേഷ്യന്റ് പച്ചക്കറി കഴിക്കണം കേട്ടാ. ലോട്ട് ഓഫ് ലീഫി വെജിറ്റബിൾ ഇൻ എ ഡെയിലി ഡയറ്റ്. അതെന്താണ് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഇലവർഗത്തിലുള്ള പച്ചക്കറി കഴിക്കണം. അപ്പൊ അത്രയും പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹെൽത്ത് ഗാർഡ് ഓയില് 1 ടീസ്പൂൺ ദിവസം രാവിലെ കഴിക്കണം കേട്ടാ. ഓക്കെ സാർ. പിന്നെ ശ്വാസമുട്ടലുള്ളവരാണെങ്കിൽ ഉള്ളവർക്കൊക്കെ ന്യൂട്രിചാർജ് കിറ്റ്സ് കൊടുക്കാം, എല്ലാം ഭക്ഷണത്തിന് ശേഷം. പിന്നെ ന്യൂട്രിചാർജ് മാൻ ഓർ വുമൺ ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. പിന്നെ ന്യൂട്രിചാർജ് പ്രോട്ടീൻ പൗഡർ, കോക്കോ പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ സ്ട്രോബെറി ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. ഒമേഗ 3 ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. ഗാമ ഓറൈസിനോൾ കാലത്തും വൈകുന്നേരം കഴിക്കണം. പിന്നെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർക്ക് ഗെയിനർ കൊടുക്കണം കൂടെ. അത് നമ്മൾ ആ ബോഡി സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് ആളെ നോക്കിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അതല്ലാതെ സുരേഷ് സാറ് പറഞ്ഞ് ഇന്നത് ഇത്രയും കഴിച്ചാൽ മതി എന്നറിയരുത്. നമ്മൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ അവരെ കംപ്ലീറ്റ് ശരീരപ്രകൃതി നോക്കി ഈ പറഞ്ഞ അളവുകൾ കാര്യങ്ങളെല്ലാം ഏത് ലെവലിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചാർട്ട്. അപ്പൊ ആ ചാർട്ട് ആവശ്യമുള്ളവർ മായൻകുട്ടി സാറായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ അത് നല്ല വ്യക്തമായിട്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങളുടെ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി ബോഡി സ്കാൻ ചെയ്യാം. നാളെ 9-ാം തീയതി രാജഗിരി ഓഡിറ്റോറിയത്തില് ഡോക്ടർ രാജൻ സാറ് ബോഡി സ്കാനിങ് മെഷീൻ ഒരുപാട് വിൽക്കാൻ വന്നിട്ടുണ്ട്. ആദ്യം എത്തുന്ന ആൾ ആരാണോ ആ ആൾ അപ്പൊ തന്നെ രാജൻ സാറിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി സ്കാനിങ് മെഷീൻ മേടിക്കാം. എന്നിട്ട് നമ്മൾ ഈ ചാർട്ട് മാഹിൻ സാറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് റെഡിയാക്കി
ആദ്യം തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെയുള്ള എല്ലാവരെയും ആ മെഷീനിൽ ബോഡി സ്കാൻ ചെയ്ത് നോക്കി അതൊക്കെ നഷ്ടപ്പെടുകയാണ്. അതിപ്പോ നമുക്ക് ആ വെള്ളം കുടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഉം. അപ്പൊ അതുകൊണ്ട് ആ വെള്ളം നമ്മൾ ആറിക്കഴിഞ്ഞിട്ട് ഒരു കുടത്തിലോ കൂജയിലോ അല്ലെങ്കിൽ ഉം. മൺപാത്രങ്ങളിൽ മൺകലത്തിലോ അല്ലെങ്കിൽ ചെമ്പിന്റെ പാത്രങ്ങളിലോ ഒഴിച്ചു വെച്ചാൽ ഓക്സിജൻ കണ്ടന്റ് കിട്ടുമെന്ന്. അപ്പൊ അടിപൊളി. ആ വെള്ളം കുടിച്ചാല് വളരെ നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. ഉം. ഇന്നിപ്പോ സാറ് പറഞ്ഞില്ലേ ഓക്സിജൻ നമ്മുടെ കോശങ്ങൾക്ക് ശരീര പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ വേണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ച് കുടിച്ചാല് നല്ലതാണ്. അതെല്ലാവരും അറിവിലേക്കായിട്ട് ചെയ്യാത്തവര് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സൂപ്പർ. അതിന് എളുപ്പ വഴിയുണ്ട്.